ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ആടിനെ മജ്ബൂസാണ് ചെയ്യാൻ പോകുന്നത്. ഞാനല്ല ചെയ്യുന്നത്. ഗഫൂറേ, നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇന്ന് ഗഫൂറാണ്. ഗഫൂറേ ഹായ്. ഗഫൂർ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൾഫിൽ എക്സ്പീരിയൻസ്, അത് മജ്ബൂസ് എന്ന് പറയുമ്പോൾ ഒമാനി വിഭവമാണ് അല്ലേ? നമ്മളെ സൗദിയിലൊക്കെ മന്തി, അത് കബ്സ എന്നൊക്കെ പറഞ്ഞ പോലെ ഒമാനികളുടെ ഒരു വിഭവമാണ് ഈ മജ്ബൂസ്. സത്യം പറയല്ലോ, മജ്ബൂസ് ഞാൻ കഴിച്ചിട്ടില്ല, പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ഫുൾ മട്ടൺ കൊണ്ടുള്ള ഒരു മജ്ബൂസ് നമുക്ക് റെഡിയാക്കാം. നമുക്കതിൻ്റെ ഫുൾ റെസിപ്പി എല്ലാം കാണാം, ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം ഗഫൂർ എന്താ പരിപാടി? നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പും തേച്ചിട്ട് കുറച്ച് നേരം ഒരു 60 മണിക്കൂർ നേരം റെസ്റ്റിന് വെക്കുകയാണ്. ഈ അറബി വിഭവത്തിൽ മഞ്ഞപ്പൊടിക്ക് ഭയങ്കര പ്രാധാന്യം അല്ലേ? ഒരു മഞ്ഞപ്പൊടിയാണ്, അതാണ് അവരെ വെളുപ്പിൻ്റെ രഹസ്യം തോന്നുന്നു അല്ലേ അറബികളുടെ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിന് ഇത് അവിടെ ഒരു ചെറിയ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ റൂഫിലാണ് ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പൺ റൂഫിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കല്ല് വെച്ച് സെറ്റ് ചെയ്ത് കുറച്ച് മരത്തിൻ്റെ ചീളുകളൊക്കെ ഇട്ട് കത്തിച്ചു തുടങ്ങുകയാണ്. എങ്ങനെ അധികം കർപ്പൂരം ഉണ്ടോ? ഇല്ല, കർപ്പൂരല്ല സാധാ ലെവൽക്ക് കത്തിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മട്ടൺ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഇരുന്ന് ഇപ്പോൾ സെറ്റായി. ഇനി ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. കറക്റ്റ് മുങ്ങുന്നുള്ളത് മതി, നമ്മൾ മറിച്ചിടും. ഇനി എന്തൊക്കെയാണ് ഇതിലേക്ക് ഇടുന്നത്? മല്ലിച്ചപ്പ്, പട്ട, ഏലക്കായി. അത് നമ്മൾ വെള്ളം തിളക്കാറാവുന്നേ ഉള്ളൂ, അതിലേക്കിടാം. രണ്ടുമുണ്ട്, സ്പൈസസ് അത്ര തന്നെ ഉള്ളു. അപ്പോൾ ഏകദേശം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു സൈഡ് ഒന്ന് മറിച്ചിടണമെന്ന് ഗഫൂർ പറയുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്ത ഒരു പ്രിപ്പറേഷൻ അല്ല. ഇത് ഇവിടെ ഫ്രണ്ട്സ് കൂടി ചെയ്യുന്ന, ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മട്ടൺ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ റൈസ് വെക്കാൻ അത്ര സമയം എടുക്കില്ല അല്ലേ? ഇല്ല, റൈസ് എത്ര സമയം കൊണ്ട് ശരി? ഒരു 3/4 മണിക്കൂർ കൊണ്ട് റെഡിയാകും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു 2 മണിക്കൂർ പരിപാടിയേ ഉള്ളൂ. ഫുള്ള് സെറ്റായി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് പരിപാടിയാവും. ഇത് റൈസിലേക്ക് ഇടേണ്ട ഒരു നാരങ്ങയാണ്, ഡ്രൈഡ് ലെമൺ എന്ന് പറയും. ഇവൻ ഗഫൂർ ഗൾഫിൽ നിന്ന്, അതായത് അവിടുന്ന് കൊടുന്നതാണ് മജ്ബൂസിലേക്കുള്ളത്. നമ്മളവിടെ കിട്ടുന്നത് നല്ല കറുത്ത സാധനമാണ്, പക്ഷേ ഇത് ഉണങ്ങിയത് എന്ന് മാത്രം പറയാം, കരിഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. ആ സാധനമാണ്. ഇതാണ് ബ്രസീലിൻ്റെ ഒറിജിനൽ സാധനമാണ്, ഒമാൻ്റെ. അതായത് അവിടെ ശരിക്കും ഇതാണ് ഉപയോഗിക്കുക അല്ലേ? ഇതിൽ ഈ സാധനം ഉപയോഗിക്കുക. പക്ഷെ നമ്മളവിടെ ഇത് അവൈലബിൾ അല്ലാത്ത കാരണമാണ് നമ്മൾ കറുത്ത നാരങ്ങ ഉപയോഗിക്കുന്നത്. അത് നമുക്കിത് ഉപയോഗിക്കാം. അത് 2 പോരാ, കുറച്ച് അധികം ഉണ്ട്. മട്ടൺ ഏകദേശം 1 മണിക്കൂർ എടുത്ത് വെന്ത് കിട്ടി. ഇപ്പോൾ നമ്മളിട്ട മസാലയൊക്കെ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വെള്ളം നല്ല പറ്റിയില്ലേ? വേവ് കൂടിയായിരുന്നു അല്ലേ? വേവ് നല്ല കൂടുതൽ നല്ലത്. നമുക്ക് പറിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ മട്ടനെ പൊട്ടാതെ ഉടയാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. വേവ് കൂടുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ മെനക്കേട്. സക്സസ്. നമ്മൾ ആ പുഴുങ്ങി ആട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്പൈസി ആക്കിയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. മസാലയ്ക്ക് തേച്ചിട്ട് 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ചെറുതായിട്ട് സ്പൈസി ആക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ മസാലയിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞ ഗഫൂർ? ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും, വേറെ ഒന്നുമില്ല. കുറച്ച് നാരങ്ങ നീരും, ചെറുനാരങ്ങ നീര്. ഇത് എണ്ണയല്ലേ? എണ്ണ ചെറുതായി ചൂടാക്കിയ എണ്ണയിൽ നമുക്കൊന്ന് ഇതിപ്പോൾ അറേബ്യൻ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ വെറും മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത് നമ്മൾ കേരള സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് നാരങ്ങ നീരും ഉപ്പും മാത്രം നമ്മൾ സ്പൈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട്. നമുക്കെല്ലാവർക്കും സ്പൈസി ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ റിയൽ അറേബ്യ ടേസ്റ്റ് നമ്മൾ മലയാളികൾക്ക് അത്ര അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗഫൂറിൻ്റെ ചെറിയ പൊടിക്കൈയാണിത്, ഈ പൊരിക്കൽ. 5 മിനിറ്റ് ചെറിയ ചൂടിന് ശേഷം, മറിച്ചിടാൻ ചാൻസ് ഉണ്ട്. പൊട്ടി പിടിക്കുമല്ലേ ചിലപ്പോൾ? ഇല്ല, എണ്ണ ഉണ്ടല്ലോ, എണ്ണ ഉണ്ടായിട്ട് കാര്യമില്ല, ചിലപ്പോൾ പൊട്ടി പിടിക്കും.
അപ്പം മട്ടൺ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് വരെ 2 സൈഡും അത്രേ ഉള്ളൂ, കാരണം ഓൾറെഡി വെന്തതല്ലേ. അപ്പോൾ നമ്മളിവിടെ 3 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, നല്ല ബസ്മതി റൈസ്. ഓക്കെ, അതൊന്ന് കഴുകിയെടുത്തു. നമ്മൾ ഇനി റൈസ് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഇത് സൺഫ്ലവർ ഓയിൽ, പിന്നെ സാധാരണ റൈസ് ചെയ്യുന്ന പോലെ തന്നെ അരിയുടെ ഡബിൾ വെള്ളം ഒഴിക്കണം. അരിഞ്ഞ് വെച്ച സവാള, അത് എത്ര സവാളയുണ്ട്? 3 എണ്ണോ? 3 സവാള. കുറച്ച് പച്ചമുളക്, എത്ര തക്കാളി ഉണ്ട്? 6 തക്കാളി. 6 തക്കാളി. കച്ചര അരക്കിലോത്തിൻ്റെ മേലുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസ് തരുന്നതിൽ എന്തൊക്കെയാണ് ഗഫൂറേ? ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച ഉണക്ക നാരങ്ങ, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക്, അതൊരു 4 കട്ടയുണ്ട്. അത് വേണമെങ്കിൽ ഇടാം. ഓക്കെ, നിർബന്ധമില്ല. അപ്പോൾ ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ഇടുന്നുണ്ട്. വരണ്ട് വന്ന മസാലയിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? ഒരു 100 ഗ്രാം ഇഞ്ചി, അത്ര തന്നെ. വെളുത്തുള്ളി 2 കൂടെ അരച്ചാണ്. വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളി. ആഹാ, അതിന് നല്ലൊരു മണം വരുന്നുണ്ട്. പച്ചമണം മാറുന്ന വരെ ഒന്ന് വാറ്റിയെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഗഫൂർ, എന്താ സാധനം ഒന്ന് കാണിച്ചാൽ? ഒന്ന് പൊക്കി പിടിച്ചാൽ. ഒമാനി മസാല എന്ന് പറയും. മജ്ബൂസ് മസാല അല്ലേ? ഇത് എവിടുന്ന് വാങ്ങിയാണ്? ഇത് ഒമാൻ വരുമ്പോൾ കൊടുന്നാണോ? നാട്ടിൽ കിട്ടാൻ പ്രയാസമാണ്, കിട്ടുകയാണെങ്കിൽ തന്നെ ലുലുവിലുണ്ടാവുള്ളൂ. ആഹാ, ഇവിടെ ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ മജ്ബൂസ് കുറവാണ് അല്ലേ? ഇല്ല, ഈ റൈസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എത്ര ചേർക്കണം? ഒരു 5 സ്പൂൺ ഇടാം. 5 ടീസ്പൂൺ കണക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. നമ്മൾ മട്ടൺ നേരത്തെ വേവിച്ച് വെച്ച വെള്ളത്തിൻ്റെ കൂടെ ബാക്കി വെള്ളം കൂടെ ചേർത്തു. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ വെള്ളം. കുറച്ച് ഉപ്പിടാം, നോക്കിയിട്ടാൽ മതി. ആവശ്യത്തിനിടുക ഉപ്പ്. കുറവാണ് തോന്നുന്നു. അല്ല, ഇത് നമ്മൾ ആദ്യം ഉപ്പിട്ടുണ്ട്. മറ്റേ വെള്ളത്തിൽ ഉപ്പുണ്ടാവില്ല, ആടിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പുണ്ടാവില്ലേ? അപ്പോൾ വെള്ളം തിളച്ചു. ഇനി നമുക്ക് അരി ഇടാം. മൂന്ന് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് 3 കിലോ അരി ബസ്മതി റൈസ്. ഇന്ത്യ ഗേറ്റ് ആണോ? ഇന്ത്യ ഗേറ്റ് ഗോൾഡ്. ഇത് നമ്മളെ ഗഫൂറിൻ്റെ അസിസ്റ്റൻ്റാണ്, നമ്മളെ ഹസ്സൻ. മുന്നേ കണ്ടിട്ടൊന്നുമില്ല. ഹസ്സൻ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം എവിടെയുണ്ടോ ഹസ്സൻ എവിടെയുണ്ട് അറിയില്ലേ. ഇന്നിപ്പോൾ ഗഫൂറിൻ്റെ അസിസ്റ്റൻ്റായി കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഗഫൂർ മറ്റേ ഒരു എക്സ്ട്രാ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല, ഗൾഫിലുള്ള എക്സ്പീരിയൻസ് ആണ്. ഗൾഫിലെ റെസ്റ്റോറൻറ്റിലാണോ? അല്ല. അത് നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും. ഗഫൂർ ഗൾഫിൽ എവിടെ ഒമാനിലല്ലേ? ആദ്യം ഒമാനിലായിരുന്നു, ഇപ്പോൾ അവിടെ പലയിലാണ്. അപ്പോൾ അവിടെ സാധാ വേറെ കടകളിലാണ് റൂമിൽ വെച്ച എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും വലിയ കുക്കാകുന്നത് കേട്ടോ. അപ്പോൾ ഇനി എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് അരി എടുക്കാം? ഇനി ഒരു 20-25 മിനിറ്റ് അത്രേ ഉള്ളൂ. നല്ല തീയിൽ 20-25 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മജ്ബൂസ് റെഡി. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വാഴയില ഇവിടെ എല്ലാവരും കൂടെ പോയി കട്ട് ചെയ്യും. എവിടുന്ന് അത്രയും വലിയ വാഴയില എവിടുന്ന് കട്ടുവിടുന്ന? അവൻ്റെ ഒപ്പം തന്നെയാണല്ലേ ഇത് കട്ടുവിടുന്നല്ലോ. അയ്യോ, നല്ല വലിയൊരു വാഴയില പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്ത് വന്നു, വെള്ളമൊക്കെ നന്നായി വറ്റി. ഇനി എന്താ അടുത്ത പരിപാടി ഗഫൂറ? ഇനി നമ്മളൊരു ദമ്മിടാൻ പോകണം. ദമ്മിടുക? ആ മട്ടൺ ഇതിലേക്ക് വെച്ചാണ് ദമ്മിടുക അല്ലേ? അടിപൊളി. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ എല്ലാവരും എത്തി. ഒരു ചെറിയ ആട്ടിൻകുട്ടിയുണ്ട്, 40 പേരുണ്ട്. ഫുഡ് ഇതാ അവിടെ ദമ്മ് വെച്ചിരിക്കുന്നുണ്ട്, ദമ്മ് എടുത്തില്ല. ഇനി ആര് വിളമ്പും? എല്ലാവരും കയറി ഇരുന്നില്ലേ ഗഫൂർ? സംഭവം സമയം ഏകദേശം 4 മണിയൊക്കെ ആയി. പക്ഷേ എല്ലാവരും കൂടെ എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഒഴിഞ്ഞിരുന്ന ഒരു ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ അല്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിലല്ലോ. അപ്പോൾ ഏതായാലും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയിക്കോട്ടെ റെസിപ്പി കാണിച്ചാണ്. അപ്പോൾ ഗഫൂർ നമുക്ക് ഫുഡ് വിളമ്പാൻ നോക്കല്ലേ?
അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ അഡീഷണൽ ചേർത്തത് നമ്മുടെ മജ്ബൂസിൻ്റെ മസാലയാണ്. ആ മസാല ഇല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്സ മസാല ചേർത്തും അത് ചെയ്യാവുന്നതാണ്. ആടിനെ ഫുള്ളായിട്ടാണ് ചെയ്യണമെന്നില്ല, ഫുള്ളായിട്ട് നിങ്ങൾക്ക് പീസായിട്ടും ചെയ്യാം. ഫുള്ളായിട്ട് ചെയ്യാൻ ഒരുപാട് റിസ്ക് ആണ് ഇത് പൊട്ടാണ്ട് കിട്ടാനൊക്കെ. പിന്നെ ആ മസാലയ്ക്ക് പകരം വേറെ നിങ്ങൾക്ക് മന്തി മസാല ചേർത്താൽ മന്തിയാവും, കപ്സ മസാല ചേർത്താൽ കപ്സയാവും. അത്രേ ഉള്ളൂ. മജ്ബൂസിന് അത്ര വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. നോർമലി ഈ മസാല ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്താണെന്നറിയില്ല. മജ്ബൂസൊന്നും ഇവിടെ റെസ്റ്റോറൻറ്റുകളില്ല. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണെങ്കിലൊക്കെ. അറേബ്യൻ വിഭവങ്ങളിലെ മറ്റൊരു ഐറ്റം നട്ട്സ് ആണ്. ബദാം ഇടുന്നുണ്ട് ഇതിൽ കുറച്ച്. അപ്പോൾ വില കൂടുതലും കുറച്ച് ഇടുന്നുള്ളൂ അല്ലേ? ആരൊക്കെ പെറുക്കി എടുത്ത് തിന്നൽ കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചേ ഉള്ളൂ. ആടിന് പുറമെ ഒരു ചിക്കനും കൂടെ പൊരിച്ചിട്ടുണ്ട്. ചിക്കൻ ഫുള്ളായിട്ട് അങ്ങനെ 2-3 പീസാക്കി പൊരിച്ചാണ്. ഫ്രൈ അൽഫാം ഒന്നുമല്ല, എണ്ണയിലിട്ട് പൊരിച്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഫുഡ് ഇവിടെ റെഡിയാണ്. മട്ടൺ പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ചിക്കനും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിയല്ലോ തുടങ്ങിക്കോളൂ. സജി കുറച്ചായിട്ട് തുടങ്ങിയതാ. ഇത് ആടിൻ്റെ ഒരു ലെഗ് പീസ് ഊരിയെടുത്താണ്. നമ്മുടെ ഗഫൂർ ഖാൻ്റെ സ്പെഷ്യൽ മജ്ബൂസ് ഒന്ന് കഴിച്ചു നോട്ടെ. റൈസ് നല്ല വന്നിട്ടുണ്ട്. പിന്നെ മസാല മന്തി പോലെയും കപ്സ പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അറേബ്യൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ട്രൈ ആവുന്ന ഐറ്റം തന്നെയാണ്. മട്ടൻ്റെ പീസ് തൊടുമ്പോഴേക്ക് ഊർന്ന് വരുന്നുണ്ട്. നമ്മളെ ഇന്ത്യൻ ടേസ്റ്റ് വരാൻ വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് പുറത്ത് കുറച്ച് അത്യാവശ്യം ഡ്രൈ ആണ്, ഫ്രൈ ആണ്, ടേസ്റ്റാണിത്. ഉള്ളി നല്ല സോഫ്റ്റും. അപ്പോൾ കുറേ കമ്പട്ടിലേക്കുണ്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ വരാതെ ഇതിനും അടിപൊളിയാവാറുണ്ടോ? മട്ടനായതുകൊണ്ട് ആ ചിക്കനും ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? ഇതേ സാധനം തന്നെ എപ്പോഴും ചിക്കൻ ഉണ്ടാക്കും. ഡ്രൈ ലെമൺ കണ്ടോ? ഇത് കട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ഇടാറുണ്ട്, അതല്ലെങ്കിൽ ഒരു ഓട്ട ഇട്ടിട്ട് ഇടാറുണ്ട്. പക്ഷേ ഇത് ഫുൾ ഡ്രൈ ആയിട്ടല്ല, ഞാൻ കാണിച്ചു തന്നു ആദ്യം. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണമുണ്ട് ഇതിന്. ആ ഒരു ടേസ്റ്റ്, ആ ഫ്ലേവർ ഇതിൽ വരുന്നുണ്ട് റൈസിൽ. ബദാം ഒന്നുകൂടി ക്രഷ് ചെയ്തിട്ടുണ്ടാണ്. പക്ഷെ നമുക്ക് സമയക്കുറവ് മൂലം നമ്മൾ അങ്ങോട്ടാണ്. അതൊന്ന് കാണിച്ചു തരാറുണ്ട്. അയ്യോ സംഭവം ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കഴിക്കാൻ രസമല്ലേ? അതാണ് അതിൻ്റെ രസം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. മട്ടൺ മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പോൾ. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഷെഫ് ഇതാ ഗഫൂറേ. അപ്പോൾ ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇത് ചെയ്തിട്ടുള്ള റെസിപ്പി, നിങ്ങളുടെ കഴിച്ചിട്ടുള്ളതിൻ്റെ ഇതിൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ? ഓക്കെ. ഗഫൂറിന്റെ ഫുഡ് എങ്ങനെ ഉണ്ടായി പറഞ്ഞില്ല? അങ്ങനെ കാണാനല്ലേ? ഹലോ, അംഗം കഴിഞ്ഞ യോദ്ധാക്കൾ ഇരിക്കണോക്ക്. എന്താ പ്രശ്നം?